ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ്. ചിക്കൻ പെരട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് മസാല തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്കിതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ഒരു 3 സ്പൂൺ ചേർക്കാം. ഇറച്ചിക്കൂട്ട് മസാല ഒരു 1.5 സ്പൂൺ ചേർക്കാം. കുരുമുളക് പൊടി നമുക്കൊരു 2 സ്പൂൺ കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു നാരങ്ങ പകുതിയിൽ എടുത്ത് അതിൻ്റെ നാരങ്ങ കൂടെ ചേർക്കാം. ആവശ്യത്തിന് കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റും. പിന്നെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന സാധനങ്ങൾ ഒരു 3 സവാള നല്ലതുപോലെ അരിഞ്ഞത്, കുറച്ച് വെളിച്ചെണ്ണ, 1.5 ടീസ്പൂൺ കടുക്, ഒരു 10 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം നല്ലപോലെ അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് കീറിയത്, പിന്നെ നമ്മൾ കടു പൊട്ടിക്കാനൊക്കെ ചെറിയ ഉള്ളി നല്ലപോലെ സ്ലൈസ് ചെയ്ത്, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. നമുക്കിതിന് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ഒന്ന് ചൂടാവുമ്പോൾ നമ്മളെടുത്ത് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മളെടുത്ത കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുള്ളി നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് കുറച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് നമുക്ക് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാളയുടെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ കീറി വെച്ച പച്ചമുളക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കും. നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൂടെ ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്.
നമുക്ക് ഇതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇനി വേവാൻ അടച്ചു വെക്കാം. എല്ലാം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ചിക്കൻ ചൂടാവുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ചിക്കൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അതിനെ നമുക്ക് ഒന്ന് പറ്റിച്ച് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ കോഴിക്കോട്ട് നമ്മുടെ വെള്ളമെല്ലാം നല്ലൊരു പറ്റി വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഇളക്കി കൊടുക്കണം. വെള്ളം കുറച്ചുകൂടി കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കോഴിക്കരട്ട് റെഡിയായിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നല്ല റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പൊറോട്ട, ചപ്പാത്തി, പുട്ട് എന്നിവയുടെ കൂടെ ചേർത്ത് നമുക്ക് ഇനി കഴിക്കാവുന്നതാണ്. രുചികരമായ ചിക്കൻ പെരട്ട് റെഡി.